ഹായ് ഗൈസ്, വെൽക്കം ടു ഗീതു ആൻഡ് സാമുവൽസ് ചാനൽ. അപ്പോൾ ഞങ്ങൾ കുറേ നാൾ കൂടിയാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഒത്തിരി കണ്ടൻറ് ഒന്നും കിട്ടാഞ്ഞുകൊണ്ടാണ് ഇന്ന് നല്ലൊരു കണ്ടൻറ് കിട്ടി. ഞങ്ങൾ 15 ഇയേഴ്സ് ഓഫ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുജേറ ടു ഡിബ്ബ ഒന്ന് യാത്ര ചെയ്യാമെന്ന് വെച്ചു. ഞങ്ങൾ ഷാർജ അൽനാദയിൽ നിന്ന് നേരെ ഫുജേറയിലോട്ട് എത്തി. നമുക്കിവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. നമ്മളൊരു യാട്ടെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു ബോട്ടിൻ്റെ ഒരു കുറച്ചുകൂടെ മോഡിഫൈഡ് ഫോമാണ്. അപ്പം അതിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. അപ്പം നമ്മളിവിടെ ഇപ്പോൾ എത്തിയേക്കുന്നത് ഫുജേറയിലാണ്. ഈ ഫുജേറയിൽ നിന്ന് ഇത് തുഴഞ്ഞ് ഡിബ്ബ വരെ എത്തും. അപ്പം നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ സ്മാർട്ട് ട്രാവൽസ് എന്ന് പറയുന്ന ഒരു യാട്ടാണ് ബുക്ക് ചെയ്തിരുന്നത്. അതിൻ്റെ അകത്ത് ഈ യാട്ടിൻ്റെ പേര് സീ അഡ്വഞ്ചർ എന്നായിരുന്നു. അപ്പോൾ ഇതൊരു മലയാളിയുടെ തന്നെയാണ്, ഒരു എറണാകുളംകാരൻ മലയാളിയുടെയാണ്. എനിവേ വളരെ നല്ല ഒരു അനുഭവമായിരുന്നു. നമ്മളോടൊരു 3 മണി ഉച്ച കഴിഞ്ഞിട്ട് ചെല്ലാനാണ് പറഞ്ഞിരുന്നത്. ഒരു 9 മണി വരെയാണ് നമുക്ക് സമയം തന്നിരുന്നത്. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ നമുക്ക് കറക്റ്റ് ലൊക്കേഷനിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് ആ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. അതൊക്കെ ഇടയ്ക്ക് ഷോർട്സ് ആയിട്ടൊക്കെ ഇടാവേ. മുഴുവൻ മലനിരകളാണ്, പച്ചപ്പല്ല, അല്ലാതെ അറിയാമല്ലോ നമുക്ക് നമ്മുടെ ജബൽ ജയ്സ് ഒക്കെ പോലെ ആ ഒരു ഭാഗത്തൂടെയൊക്കെയാണ് നമ്മളിങ്ങനെ പോരുന്നത്, റാസൽ കൈമയൊക്കെ വഴി. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തെത്തി കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ വന്നിരുന്നപ്പോൾ വിചാരിച്ചു ഈ മുറിക്കകത്ത് ഇങ്ങനെ നമ്മൾ ഇത്രയും മണിക്കൂർ ഇങ്ങനെ തന്നെ ഇരിക്കണമെന്ന്. പക്ഷേ അങ്ങനെയല്ല, ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെ തന്നെ വേറെ ആൾക്കാരും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെയാണ് നിങ്ങൾ ഈ പരിചയമില്ലാത്ത മുഖങ്ങളൊക്കെ കാണുന്നത്. എനിവേ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇവിടെ വന്നു. വളരെ ഞങ്ങൾക്ക് ആദ്യം വെൽക്കം ഡ്രിങ്കും പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളും ചായയും കാപ്പിയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടാനുസരണം എന്നെ വേണേലും കഴിക്കായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ മേളിലത്തെ ഡക്കിൽ കയറാം. പിന്നെ ഇതിൻ്റെ അകത്ത് നല്ല അടിപൊളി റൂംസ് ഉണ്ട്, വാഷ്റൂംസ് ഉണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ടൈറ്റാനിക് പോലെ പോയി നിൽക്കാം. അതൊക്കെ നിങ്ങൾ ഓരോ ഷോർട്സിൽ കൂടെ അതിൽ കൂടെ ഒക്കെ കാണും. പിന്നെ ഇറങ്ങുകയും കയറുകയും ചെയ്യുമ്പോൾ ഇച്ചിരി സൂക്ഷിക്കണം, കാരണം ചെറിയ ഇടുങ്ങിയ സ്റ്റെപ്പുകളൊക്കെയാണ്. അപ്പം അത് നമ്മൾ വളരെ വളരെ സൂക്ഷിച്ച് ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്യാണ് നമ്മൾ മേളിലൊക്കെ. പക്ഷേ നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരം ആകുമ്പം ആ ചൂടൊക്കെ ഒന്ന് മാറി. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ മേളൊക്കെ പോയി നല്ല രീതിയിലൊന്ന് ആസ്വദിച്ചിട്ടൊക്കെ വന്നതാണ്. ഇപ്പം അകത്തേക്ക് ഞങ്ങളെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവർ വിളിച്ചതാണ്. നമ്മളിത് എവിടം തൊട്ട് എവിടം വരെയാണ് യാത്ര ചെയ്തത്, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഉള്ളത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവർ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ അകത്ത് വന്നിരുന്നു. പിന്നെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഈ കടലിൻ്റെ ഒരു പ്രശ്നം അറിയാമല്ലോ, നമുക്ക് സീ സിക്നെസ് ഉള്ളവർക്ക് ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു വല്ലാത്തൊരു മണമുണ്ട്. പിന്നെ നമുക്ക് ചെറിയ വോമിറ്റിംഗ് സെൻസേഷനൊക്കെ തോന്നും. അപ്പോൾ എനിക്ക് അതൊക്കെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാലും മാക്സിമം നല്ല രസമായിരുന്നു, നമുക്ക് നന്നായിട്ടൊന്ന് ആസ്വദിക്കാൻ പറ്റും. അതുപോലെ ആക്ടിവിറ്റീസാണ്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തെ ബെഡ്റൂം. കണ്ട് ഇതിൻ്റെ അകത്ത് 2 ബെഡ്റൂമും 3 വാഷ്റൂമും ഉണ്ടായിരുന്നു. നമ്മളൊട്ടും വിചാരിക്കത്തില്ല കേട്ടോ, ഇത്രയും ഒരു ബോട്ടെന്നുള്ള ഇങ്ങനെ ഒരു സെറ്റപ്പ് അല്ലെ, യാട്ടെന്നുള്ളൊരു സെറ്റപ്പിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെ കാണുമെന്നൊന്നും നമ്മൾ ഒട്ടും വിചാരിക്കണ്ടോ. ഇത് ബെഡ്റൂംസ് ആണ്. അതിൻ്റെ അകത്ത് നമ്മുടെ തിങ്സ് ഒക്കെ വെക്കാനുള്ള കബോർഡ്സും. ഇത് കുറച്ചുകൂടെ ഒരു വലിയ ബെഡ്റൂമായിരുന്നു. അതിൻ്റെ അകത്ത് എക്സ്ട്രാ ബെഡ്സ് ഉണ്ടായിരുന്നു, AC കാര്യങ്ങൾ. അങ്ങനെ വളരെ നല്ല ഒരു സെറ്റപ്പായിരുന്നു, നല്ല രസമായിരുന്നു. നമ്മളിപ്പം ഈ ഒരു സമയത്ത് ചൂടാകുമ്പം കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ വന്നത്. തണുപ്പാകുമ്പോൾ ഒന്നും കൂടെ രസമായിരിക്കും. പക്ഷേ നമുക്ക് 1 മിനിറ്റ് പോലും ബോറടിക്കത്തില്ല, കാരണം അതുപോലെ ആക്ടിവിറ്റീസ് നമുക്ക് പോകെ കാണാം. നല്ല ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അവർ നമ്മളെ വെറുതെ ഇരുത്തത്തില്ല. നമ്മൾ പയ്യെന്ന് പറഞ്ഞാൽ കരയ്ക്കിരുന്നാലും അവർ മാക്സിമം ഈ ബോട്ടിൻ്റെ ആ ഒരു വർക്കേഴ്സ് അവർ നമ്മളെ കൊണ്ട് പുഷ് ചെയ്യിപ്പിക്കും. നിങ്ങൾ ഇവിടെ ഇരിക്കാനാണോ വന്ന് ഉറങ്ങാനാണോ വന്ന്, എന്നാൽ വീട്ടിൽ ഇരുന്നാൽ പോരായിരുന്നു എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, മീൻസ് അവർ നമ്മളെ മാക്സിമം എൻ്റർടൈൻ ചെയ്യിപ്പിക്കും. അങ്ങനെ ഞങ്ങൾ എല്ലാം ഒന്ന് കാണുവാണ്. നമുക്ക് ഒരു അത്ഭുതമല്ലേ ഇതിൻ്റെ അകത്ത് ഇതൊക്കെ. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഹൗസ് ബോട്ടിൽ നമ്മൾ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഈ ബോട്ട് യാട്ട് ഇങ്ങനെ ഒരു കൊച്ചു സെറ്റപ്പ്, അതൊക്കെ അതൊരു ഡിഫറെൻറ്റ് ഫീലിംഗ്, നല്ലൊരു എക്സ്പീരിയൻസ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് താഴത്തെ കാഴ്ചയൊക്കെ കഴിഞ്ഞപ്പം അതൊക്കെ മേളിൽ കയറിയപ്പം കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ കടലിങ്ങനെ കിടക്കുവാണ്. അപ്പം മേളിൽ കയറുമ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ട്, പക്ഷേ അത്യാവശ്യം വെയിലുണ്ട്, പക്ഷേ മേളിൽ നല്ല കാറ്റുണ്ട്. ഇത് ഫുജേറ ടു ഡിബ്ബ നമ്മളിപ്പോൾ ഇങ്ങനെ പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കോസ്റ്റ് ഗാർഡ് ചെക്കിങ്ങിനൊക്കെ വരും കേട്ടോ. നമ്മുടെ എമിറേറ്റ്സ് ഐഡിയും കാര്യങ്ങളും എല്ലാം അവർ വന്ന് ചെക്ക് ചെയ്യും. അതിൽ ഫുൾ ട്രാവലേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ നോക്കും. ആ പുറകെ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന ബോട്ടെന്ന് പറയുന്നത് നമ്മൾക്ക് ആക്ടിവിറ്റീസിനുള്ള തിങ്സാണ് അതിലുള്ളത്. ഇപ്പം ആ ബോട്ട് ഓടിക്കുന്ന ആൾ പറഞ്ഞ് സാമുവിനോടൊന്ന് ട്രൈ ചെയ്യണമെന്ന്. അങ്ങനെ പുതിയൊരു ക്യാപ്റ്റൻ ഈ യാട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തതാണ് നിങ്ങളാ കണ്ടത്. അത് സാമുവിന് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു അത് ചെയ്ത് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു ഇനി നമ്മൾ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡ്രസ്സ് മാറിയിട്ട് വരാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ചെറുതായിട്ട് അവിടെ ഇരുന്ന ജ്യൂസൊക്കെ ഒന്ന് കുടിച്ചായിരുന്നു. അതോടുകൂടി എൻ്റെ തലയ്ക്ക്
അത് പ്രശ്നമായി. ഞാൻ വൊമിറ്റ് ചെയ്യാനായിട്ട് അകത്ത് കയറിക്കുക. അതിന് സാമൂനും ഇവിടെ ഇരുന്ന് ചിരിക്കുന്നതാണ്. ഞാൻ വൊമിറ്റിങ് കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന രംഗം അത് നിങ്ങൾ കാണുന്നത്. പിന്നെ ഡ്രസ്സും ചേഞ്ച് ചെയ്തു നമ്മൾ, കാരണം നമുക്ക് ആക്ടിവിറ്റീസിന് പോകണമെങ്കിൽ ആ ഒരു രീതിക്കുള്ളതൊക്കെ ഇടണം. അപ്പം ഞങ്ങൾ അങ്ങനെ വലിയ ഇവിടുന്ന് കാവടി തുള്ളിപ്പോയ ഞാൻ അവിടെ ഇത് ഛർദ്ദിച്ച് കുളമായിട്ട് വരുന്നതാണ് കണ്ടത്. ഒരു റൗണ്ട് കൂടെ എനിക്ക് പെൻഡിങ് ഉണ്ട് കേട്ടോ വൊമിറ്റ് ചെയ്യാനായിട്ടുള്ളത്. എനിവേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേണ്ട മേളി വന്നൊന്നിരുന്നു. ഇപ്പം വലിയ കുഴപ്പമില്ല, വലിയ ഉഷാറായിട്ട് തന്നെ കണ്ട വലിയ മിടുക്കിയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഞാൻ ഒന്ന് വൊമിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളിങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക്, ഇനി നമ്മൾ ഒരിടത്ത് പാർക്ക് ചെയ്തിട്ടാണ് മീൻസ് ആങ്കർ ചെയ്തിട്ടാണ് നമ്മൾ ഇത് പിന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അപ്പം കുഞ്ഞുങ്ങളൊക്കെ എല്ലാവരും മേളിൽ കയറി. ഒരുപാട് മീനുണ്ട് കേട്ടോ ഈ വെള്ളത്തിൽ. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇഷ്ടം പോലെ മീനുണ്ട്. ഫിഷിങ് ഒരു ആക്ടിവിറ്റി ആയിരുന്നു, പക്ഷേ അത് ഒത്തിരി ലേറ്റ് നൈറ്റായി. ആ ഒരു സമയമായപ്പോൾ എല്ലാവരും ക്ഷീണിച്ചു. അതുകൊണ്ട് അത് നമ്മൾ വീഡിയോ എടുത്തില്ല, സാമാനൊക്കെ ചെയ്തായിരുന്നു. ഈ മീനൊക്കെ നല്ല പരിചയമല്ലേ, ഈ ഓളത്തിൻ്റെ അകത്തൂടെ അവർക്ക് ഇത് വെട്ടിത്തിരിഞ്ഞ് പോകാൻ അറിയാവുന്ന മീനല്ലേ. അപ്പം മീനൊക്കെ പിടിച്ചിട്ട് കിട്ടാനൊക്കെയുള്ള സാധ്യത കുറവാണ്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ചെറിയ പാക്കറ്റ് എന്ന് വെച്ചാൽ, ഞങ്ങൾ കഴിഞ്ഞ തവണ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, നമ്മൾ വൈൽഡ് വാദി പോയപ്പോഴത്തേക്കും നമ്മൾ മറ്റേ ഒരു പാർക്കിൽ പോയല്ലോ, വാട്ടർ പാർക്ക്. അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഫോണിന് ഇടാനായിട്ട് ഇങ്ങനത്തെ ഒരു വാട്ടർ റെസിസ്റ്റൻറ്റ് കവർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ ആ ഒരു അബദ്ധം പറ്റിയില്ല. ഞങ്ങൾ ഈ കവർ മേടിച്ചുകൊണ്ടാണ് വന്നത്. അത് നമ്മുടെ ഇവിടെ ഡേ ടു ഡേയിലും നൈറ്റിലും അല്ലാതെ ലുലുവിലൊക്കെ എവിടെ ചോദിച്ചാലും ഈ സംഭവം കിട്ടും കേട്ടോ. അതൊരു 15 dirhams ഒക്കെ ആകത്തുള്ളൂ. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഫോൺ അതിൻ്റെ അത് ഇട്ടിട്ട് നമുക്ക് ഈ ടച്ച് ഫോണൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വെള്ളത്തിലുള്ള ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാം. അത് നനഞ്ഞാലും പ്രശ്നമില്ല, ഫോണിന് ഹാം ആവത്തില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അറ്റത്ത് കയറി ടൈറ്റാനിക് മോഡലിലൊക്കെ ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്ത് കേട്ടോ. അതിൻ്റെയൊക്കെ ഷോർട്സ് ഇടാം. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൊച്ചും ഒക്കെ കയറി നിന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി സ്പീഡ് ബോട്ടായിരുന്നു. ഇത് റെഡി ആയിരുന്നു. എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ അറിയില്ല, ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. എനിക്കിത് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ കയാക്കിങ് ചെയ്തു. വേറെ ഞാൻ വെള്ളത്തിൻ്റെ അകത്തിറങ്ങി, കാരണം എനിക്കൊട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു ഇങ്ങനെ വെള്ളത്തിൻ്റെ അകത്തിറങ്ങി ചാടുന്നത്. എനിക്ക് നീന്തൽ വശമില്ല, എങ്ങാനും ചാവുമെന്നുള്ള പേടിയായിരുന്നു. എല്ലാവരും ചാടാനൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ചാടിയില്ല കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതാണെങ്കിൽ അവർ നമ്മൾ ചുമ്മാ ഇരുത്തുമെന്ന് കേട്ടോ. അവരിട്ടാണെങ്കിൽ ഈ ബോട്ടിട്ട് മറയ്ക്കുക. ഈ റേസിങ്ങിന് ഈ ബൈക്കൊക്കെ പോകുമ്പോൾ അവരിങ്ങനെ മുട്ടത്തൊക്കെ വിധം ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കത്തില്ല, അതുപോലെ ഈ ബോട്ട് ഇട്ടുകൊണ്ട് അങ്ങോട്ട് മറയ്ക്കുകയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവരൊക്കെ വെള്ളത്തിൽ ചാടി. വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ കുറേ നേരം, സാമുവേൽ അവിടെ ഒരുപാട് നേരം വെള്ളത്തിൽ കിടക്കുമായിരുന്നു. സാമുവേൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നിട്ടാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സാമുവേൽ നാട്ടിൽ ചെന്ന് ഒരൊറ്റ തവണയെ നീന്താനായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ കാവാലത്താണല്ലോ ഞങ്ങളുടെ സ്ഥലം. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനൊന്ന് ജസ്റ്റ് നീന്തൽ അവനെ കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ്റെ ബ്ലഡിലുള്ളത് കൊണ്ടായിരിക്കും ആ നീന്തൽ പഠിച്ചതോടുകൂടി സാമുവേൽ ഏത് വെള്ളത്തിലിട്ടാലും സാമുവേൽ നീന്തും കേട്ടോ. ഇത് ഞങ്ങൾ വൈൽഡ് പോയപ്പോഴും സാമുവേൽ നന്നായിട്ട് നീന്തിയത്. ഇവിടെയാണെങ്കിൽ ഒരുപാട് നേരം അവൻ ആ സ്നോർക്ലിംഗ് എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാൻ നേരം ഒത്തിരി നേരം കൊച്ചു വെള്ളത്തിൽ നല്ല രീതിയിൽ നീന്തുകയും ചെയ്തു. അപ്പോൾ ആ ബോട്ടിൻ്റെ ആ ഒരാൾ പറയുകയും ചെയ്തു, അവൻ നല്ല കോൺഫിഡൻ്റ് ആണ്, അവരൊരു പേടിയില്ല എന്നുള്ള കാര്യം പുള്ളിയും പറഞ്ഞു. അപ്പോൾ അത് നല്ല രസമായിരുന്നു അവനെ. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങ് വിട്ടേക്ക് വരുന്നത്. അവർ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വിട്ടേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അവർ വളരെയധികം അവർ ശ്രദ്ധിക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും പറ്റും. പിന്നെ ജാക്കറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അത് അവൻ വളരെയധികം എൻജോയ് ചെയ്തു. പിന്നെ ജാക്കറ്റ് ഒരു പ്രശ്നമാണ്. ഇതിങ്ങനെ വെള്ളത്തിൽ കയറുമ്പോൾ നമ്മൾക്ക് കഴിഞ്ഞ് കുറച്ച് വലുതാകുമ്പം അതിങ്ങനെ മേലോട്ട് അതിൻ്റെ ഒരു ചെറിയ ഡിസ്കംഫേർട്ട് കൊച്ചിനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കയാക്കിങ്, ഇത് ഞാനും ചെയ്തായിരുന്നു. ഞാനും സാമൂനും കൂടെ കയാക്കിങ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ തുഴഞ്ഞാൽ മതിയല്ലോ. ഇങ്ങനെ അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ ഇല്ലാതെ എവിടെയെങ്കിലും ഒക്കെ എത്തിക്കോളും. പിന്നെ അവർ നമ്മളെ കെട്ടിവലിച്ചിങ്ങനെ കൊണ്ടുപോകുന്നുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. എനിവേ ഇത് നല്ല ഒരു രസമായിരുന്നു. അപ്പം ഇങ്ങനെ കയാക്കിങ് ഞങ്ങൾ കുറേ നേരം ചെയ്തു. അത് ഈ ഒരു സമയമൊക്കെ ആയപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 മണിയൊക്കെ ആകാറായിരുന്നു. ഇതിൻ്റെ ഏറ്റവും ആക്ച്വലി ശരിക്കും പറഞ്ഞുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബനാന ബോട്ടിങ് നല്ല രസമായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു അബദ്ധം പറ്റി. ഞാൻ ബനാന ബോട്ടിങ് ചെയ്തപ്പോഴത്തേക്കും ഇവർ ബനാന ബോട്ടിങ് ആക്ച്വലി 2 ടൈപ്പ് നമുക്ക് ചെയ്യാം. ചുമ്മാ ബോട്ടേ കയറി അവർ നമ്മൾ നല്ല സ്പീഡ് കെട്ടി വലിച്ചുകൊണ്ട് പോകും. അതല്ലാതെ സ്പീഡ് ബോട്ടയിൽ അല്ലാതെ പിന്നെ കുറച്ച് നീന്തൽ അറിയാവുന്നവരെയാണ് അവർ നല്ല ഫാസ്റ്റായിട്ട് പോയിട്ട് മറിച്ച് താഴോട്ടിടും. പക്ഷേ എനിക്ക് പറ്റിയ അബദ്ധം, ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ആ സ്പീഡ് ബോട്ടേ കയറി. ഇവർ ബനാന ബോട്ടിങ് ചെയ്തപ്പോൾ ഞാൻ സ്പീഡ് ബോട്ടേ കയറിയിരുന്നേ. പക്ഷേ എൻ്റെ കൈ തട്ടി എന്തോ സെറ്റിങ്സ് കണ്ടു. ഇവരിങ്ങനെ കയറി ഇരിക്കുന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ എൻ്റെ കൈ തട്ടി
തട്ടി ഇതിൻ്റെ സെറ്റിങ്സ് എന്തോ മാറി, അതെടുത്തതൊട്ടും ശരിയായില്ല. ഇവർ ആ മറിഞ്ഞ് വീഴുന്നതൊന്നും ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് അത് മിസ്സായിപ്പോയി. അത് ഒട്ടും ശരിയായില്ല, സെറ്റിങ്സ് മാറി, എന്തോ പ്രശ്നമായിപ്പോയി. എനിക്ക് ആകെ പാടെ അവർ കയറുന്ന ആ ഒരു അത്രയും ഭാഗം മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ അവരെ മറച്ചിടാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണ് ആ ഒരു ട്രിപ്പ് കയറിയത്. ഞങ്ങൾ ഈ 3 പേര് കയറിയിരിക്കുന്നത് ഞങ്ങളെ മറച്ചിടല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആ ബോട്ട് ഓടിക്കുന്ന ആൾ ഞങ്ങൾ മറിച്ചിടും എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ് കൈയും കാലും പിടിച്ച് ഞങ്ങളെ മറിച്ചിടരുത്, ഞങ്ങൾക്ക് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്താൽ മതി ഇതിൽ എങ്ങനെയാണ് പോകുന്നതെന്നുള്ളതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ 3 പേര് കയറി ഇരിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ കയറി, അതൊരു നല്ലതായിരുന്നു കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മറിച്ചിട്ടില്ല, കാരണം ഞങ്ങൾക്ക് 3 പേർക്ക് നീന്തൽ അറിയത്തില്ലാത്ത ആൾക്കാരാണ്. മുങ്ങിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ലെന്ന് പറഞ്ഞാലും നമുക്ക് അപ്പോഴത്തെ ഒരു വെപ്രാളവും പരവേശം ഉണ്ടല്ലോ, അത് ഒഴിവാക്കാമല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ കെട്ടി വലിച്ചുകൊണ്ട് കുറച്ച് സ്പീഡിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി. അപ്പോൾ തന്നെ ഇതേണ്ട ഏകദേശം ഒരു 7 o'clock ഒക്കെ ആകാറായി. നല്ല പ്രകൃതിയൊക്കെ അതിൻ്റേതായ ഭംഗിയിലാണ് നിൽക്കുന്നത്. ചുറ്റും മലകളാണ്, വെള്ളമാണ്, കടലാണ്, പക്ഷേ ഓളമില്ല, ഇങ്ങനെ ഒരു കെട്ടിയിട്ടേക്കുന്നു. പിന്നെ എല്ലാവരും ഒരുപാട് പേരിങ്ങനെ വെള്ളത്തിൽ കിടന്നാണ് എൻജോയ് ചെയ്തത്. കൂടുതലും നല്ലൊരു രസമായിരുന്നു. പിന്നെ ആൾക്കാർ കയറി ഇറങ്ങേണ്ട, സാമിൽ സ്റ്റിൽ വെള്ളത്തിലാണ്. പിന്നെ ഇനി നമുക്കുള്ള ഒരു ആക്ടിവിറ്റി പെൻഡിങ് എന്ന് പറഞ്ഞാൽ സ്നോർക്ലിംഗ് ആയിരുന്നു. അത് നമുക്ക് മാസ്ക് വെച്ചിട്ട്, അത് നീന്തൽ അറിയാവുന്നവരെ, കാരണം കുറച്ചുകൂടെ ആഴമുള്ള ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അത് അവിടെ തന്നെ നിന്ന് നമ്മൾ ഈ അക്വേറിയത്തിലോട്ടൊക്കെ നോക്കത്തക്ക രീതിയിൽ ഇങ്ങനെ നമ്മൾ ആ മാസ്ക് വെച്ചിട്ട് വെള്ളത്തിൻ്റെ അടിയിലോട്ട് നോക്കുമ്പോൾ നമുക്ക് അക്വേറിയത്തിലൊക്കെ കാണുന്ന കണക്ക് നല്ല ഭംഗിയായിട്ട് മീനുകളെയും ഒക്കെ കാണാം എന്നാണ് പോയവരൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ദേണ്ട ബനാന ബോട്ടിങ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വിജയകരമായി താഴെ വീഴാതെ വന്നു. ഇനി ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റി സ്നോർക്ലിംഗ് ആണ്. അവർക്ക് മാസ്ക് കൊടുത്തിട്ടുണ്ട്. അത് മാസ്ക് എന്ന് വെച്ചാൽ മൂക്കിലും കണ്ടിട്ടും ഒന്നും വെള്ളം കയറാതിരിക്കാനായിട്ടും ആ വായിൽ ആ ട്യൂബ് കടിച്ച് പിടിച്ചിട്ട് അതിൽ കൂടെ ശ്വാസം വിടാനായിട്ടും ഒക്കെയാണ്. അപ്പം ഈ ഒരു പാറയിലൊന്നും പിടിക്കരുതെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നീന്തൽ അറിയാവുന്നവരെ പോകാവൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം ആ പാറയിൽ ഒക്കെ ഈ വെള്ളം തള്ളി അത് നല്ല ഷാർപ്പാണ്. അതുപോലെ തന്നെ ഈ നിലത്ത് നമുക്ക് കാല് തൊടാൻ പറ്റത്തില്ല. കാരണം നിലത്ത് എന്തോ സീ അർച്ചിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ അതിന് ഷാർപ്പായിട്ടുള്ള മുള്ളുണ്ട്. അപ്പോൾ അത് നമുക്ക് കാല് നിലത്ത് കുത്തിയാൽ അതേ കൊള്ളും, ആ സാധനത്തെ കൊണ്ടും അത് ഭയങ്കര ഷാർപ്പാണ്. അതുകൊണ്ട് അതേലും ചവിട്ടരുത്. നീന്തൽ അറിയാവുന്നവർ അവിടെ നിന്ന് താഴോട്ട് നോക്കി എല്ലാം എൻജോയ് ചെയ്തോണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവർ ഒരുപാട് മീനുകളെയും കാര്യങ്ങളൊക്കെ കണ്ടു എന്ന് പറഞ്ഞു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു എന്നാണ് പറഞ്ഞത്. അതെല്ലാം കഴിഞ്ഞ് ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്ന് ഫുഡ് കഴിച്ചു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, റൈസ്, പിന്നെ നൂഡിൽസ്, പിന്നെ കുബൂസ്, ഫിഷ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, സാലഡ്സ്, ചിക്കൻ കറി, വെജിറ്റബിൾ കറി, ദാൽ കറി, പിന്നെ കേക്ക് കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള എല്ലാം അത്യാവശ്യം വളരെ നൈസായിട്ടുള്ള ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഭക്ഷണമായിരുന്നു. നമ്മൾ നേരത്തെ ക്രൂസിലും അല്ലാതെ ഇവിടെ സഫാരിക്കൊക്കെ പോയപ്പോഴത്തേക്കും നമ്മളിങ്ങനെ പാക്കേജൊക്കെ എടുത്തിട്ട് തന്നെ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെയാണ് ഭക്ഷണമൊക്കെ വളരെ ഒന്നിനും കൊള്ളാത്ത ഭക്ഷണമായിരുന്നു കേട്ടോ. ഉപ്പിൻ്റെ അകത്ത് കുളിപ്പിച്ചെടുത്തേക്ക്. എനിവേ ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 9 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ പതുക്കെ വിട വാങ്ങി. അപ്പോഴത്തേക്കും നല്ല ടയേർഡായി കേട്ടോ, നല്ല ടയേർഡായി. ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ ഫിഷിംഗ് ഒക്കെ ചെയ്തായിരുന്നു, പക്ഷേ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ ഒരു തവണ പോയി എൻജോയ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.